നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെക്കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ സംഘാടകർ വിളിച്ച ഈ ചെറിയൊരു സംഗമത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, 2025 ഏപ്രിലിന് ശേഷം കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുക്കുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സർക്കാർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഏക കുടുംബ വാസഗൃഹങ്ങൾക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ പെർമിറ്റ് ലഭ്യമാക്കുക, അപേക്ഷിച്ചിട്ടുള്ള അതേ ദിവസം തന്നെ പെർമിറ്റ് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സെൽഫ് പെർമിറ്റ് സിസ്റ്റം കെ-സ്മാർട്ട് എന്ന ഒരു പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നേരത്തെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും, അതായത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഏകീകരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു വീട് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ പെർമിറ്റ് എടുത്ത് മാത്രം നിർമ്മിക്കുക. പെർമിറ്റ് എടുത്താൽ മാത്രം പോരാ, ആ പെർമിറ്റ് ഉപയോഗിച്ച് അതിൻ്റെ അകത്ത് എന്താണോ ഉള്ളത് ആ പെർമിറ്റ് പ്രകാരം മാത്രം നിർമ്മിക്കുക. എന്നാൽ മാത്രമേ തടസ്സമില്ലാതെ കെട്ടിടത്തിനായാലും വീടിനായാലും നമ്പർ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസരത്തിൽ ഇപ്പം എന്നാക്കാവും കൂടുതൽ ഇതിനെപ്പറ്റി നോളജ് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. എന്നാലും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്നുള്ള നിലയിൽ നിങ്ങൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുത്ത് മാത്രം കെട്ടിടം പണിയാൻ ആരംഭിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിനെപ്പറ്റി, ഏതുവിധ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെ പറ്റിയിട്ട് എന്തുവിധ സംശയം ഉണ്ടെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചിട്ട് തരാം. അല്ലാതെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെ പറ്റി മുഴുവൻ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസം മതിയാകില്ല എന്ന് പറഞ്ഞോളട്ടെ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നോട്ടെ. ആരോഗ്യകരമായ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ. ചോദിച്ചോ, നിങ്ങൾ ചോദിച്ചോ. വീട് നിർമ്മിക്കുന്നതിന് മുൻപ് നിർബന്ധമായും കെട്ടിട പെർമിറ്റ് എടുക്കണം എന്നാണല്ലോ നിയമം. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം? ഇപ്പോൾ അതൊന്ന് വിശദീകരിച്ച് പറയോ. അപ്പോൾ നിങ്ങൾക്കൊരു വീട് നിർമ്മിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്കൊരു പ്ലോട്ട് ഉണ്ടായിരിക്കണം. ആ പ്ലോട്ടിന് നിങ്ങളുടെ പേരിൽ രജിസ്റ്റേർഡ് ആധാരം ഉണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും പുതിയ നികുതി ചീട്ട്, അതായത് ആ ലാൻഡിൻ്റെ ഏറ്റവും പുതിയ നികുതി ചീട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ലാൻഡിൻ്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആധാർ കാർഡ് നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കണം. പിന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അതിപ്പോൾ കെ-സ്മാർട്ട് എന്ന സിസ്റ്റം വന്നതുകൊണ്ടാണ് ഈ ആധാർ കാർഡും ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ആവശ്യമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യസമേതം വീടിന് വേണ്ടിയിട്ട് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. ഓക്കെ. ഇനി നിങ്ങളെ അടുത്ത ചോദ്യം ചോദിക്കും. ഇപ്പോൾ പഴയ വീടിൻ്റെ മുകളിൽ ഒരു പുതിയ നില എടുക്കുന്നതിനും അതുപോലെ തന്നെ താഴത്തെ നിലയിൽ മുറി കൂട്ടിയെടുക്കുന്നതിനും കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിർബന്ധമാണോ ഇപ്പോൾ? എന്ത് കാര്യത്തിനും, അതായത് നിങ്ങളെ വീടിന് എന്ത് കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തുന്നതിനോ എല്ലാം പെർമിറ്റ് പഞ്ചായത്തിൽ നിന്ന് എടുക്കണം. അല്ലാതെ മുറി കൂട്ടിച്ചേർത്തതിന് ശേഷം നിങ്ങൾ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ചിലപ്പോൾ അതിന് കൃത്യമായ സെറ്റ് ബാക്ക് ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക്, അതായത് ഈ കൂട്ടിച്ചേർത്ത ഭാഗം ടാക്സിന് വേണ്ടിയിട്ട് റെഗുലറൈസ് ചെയ്തിട്ട് ടാക്സ് പുനഃക്രമീകരിച്ചിട്ട് എടുക്കണമല്ലോ, അത് ചെയ്തു തരില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടി വരിക? ആ കൂട്ടിയെടുത്ത ഭാഗം അതിന് കണക്കായിട്ട് പൊളിച്ചു മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ അതുകൂടാതെ സെറ്റ് ബാക്ക് ഉള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ കൂട്ടിയെടുത്തിട്ടുള്ളതെങ്കിൽ കൂട്ടിയെടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ടാക്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ അപേക്ഷിക്കുന്ന സമയത്ത് ഈ കൂട്ടിച്ചേർത്ത ഭാഗത്തിൻ്റെ പെർമിറ്റ്, അതായത് റെഗുലറൈസ് ചെയ്തിട്ട്
കൊടുക്കണം. അത് പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് റെഗുലറൈസ് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പെർമിറ്റ് എടുക്കുമ്പോൾ ചിലവാക്കിയ തുകയുടെ ഇരട്ടി പഞ്ചായത്തിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ ഇരട്ടി ചിലവാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ നേരത്തെ നിങ്ങൾ ഈ കൂട്ടിയെടുക്കുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങൾ പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ മിതമായ നിരക്കേ വരുള്ളൂ. മനസ്സിലായില്ലേ? അത് സെറ്റ് ബാക്ക് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതേസമയം കൃത്യമായിട്ട് സെറ്റ് ബാക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഭാഗം പൊളിച്ചു നീക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നിങ്ങൾ ചോദിച്ചോ. എനിക്കൊരു 3 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വീടെടുക്കുന്നതിന് ഇപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഒരുപാട് ആനുകൂല്യമുണ്ടെന്ന്. അതൊന്ന് പറഞ്ഞു തരുമോ, അതെന്തൊക്കെയാന്ന്? ശരി, പിന്നെ 3 സെൻറ്റ് സ്ഥലത്ത് നമ്മളൊരു കെട്ടിടം എടുക്കുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ പഞ്ചായത്ത് നിയമത്തിൽ ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 3 സെൻറ്റ് എന്ന് പറയുമ്പോൾ 125 സ്ക്വയർ മീറ്റർ ആണ് പഞ്ചായത്തിൻ്റെ കണക്കിൽ വരിക. പക്ഷെ 125 സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ 3 സെൻറ്റിലും ഇത്തിരി കൂടുതലായിരിക്കും. എന്നാലും 125 സ്ക്വയർ മീറ്ററിൽ വരെയുള്ള പ്ലോട്ടിൽ നിങ്ങൾ കെട്ടിടം എടുക്കുമ്പോൾ, വീടെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട്. അതായത് പിന്നെ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മുന്നിൽ റോഡ് വരുന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്ലോട്ടുകളുടെ അതേ നിയമം തന്നെ പാലിക്കേണ്ടതായിട്ട് വരും. അതായത് മുൻഭാഗം ഒരു നോട്ടിഫൈഡ് പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പിന്നെ റോഡുണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ PWD റോഡോ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ എന്താണ്, 3 മീറ്റർ കൃത്യമായിട്ട് എല്ലാ സൈഡിൽ നിന്നും വിടേണ്ടി വരും. അതായത് മുൻഭാഗത്ത് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്തതിന് എല്ലാ കോർണറിനും പിന്നെ 3 മീറ്റർ വിടേണ്ടതായിട്ട് വരും. അതേസമയം അത് നോട്ടിഫൈ ചെയ്യാത്ത റോഡാണെങ്കിൽ 2 മീറ്റർ വിട്ടാൽ മതി. അതാണ് പിന്നെ അത് മറ്റുള്ള വലിയ പ്ലോട്ടുകളുടെ അതേ നിയമം തന്നെയാണ് ഈ 3 സെൻറ്റ് വരെയുള്ള പ്ലോട്ടിനും നിർബന്ധമാക്കിയിട്ട് ഉള്ളത്. പിന്നെ അതേസമയം നിങ്ങൾ എടുക്കുന്ന വീടിൻ്റെ മുൻഭാഗത്ത് ഒരു പറമ്പാണെങ്കിൽ നിങ്ങൾ 1 മീറ്ററും 80 സെൻറ്റിമീറ്ററും ശരാശരി വിട്ടാൽ മതി. അത്രയേ വേണ്ടൂ കേട്ടോ. പിന്നെ 2 സൈഡിലും 65 സെൻറ്റിമീറ്റർ വിട്ടാൽ മതി. ബാക്ക് സൈഡിൽ 1 മീറ്റർ കൃത്യമായിട്ട് വിടണം. പിന്നെ ഈ 60 സെൻറ്റിമീറ്റർ വിടുന്ന ഭാഗത്തുണ്ടല്ലോ, അവിടെ ഒരു സൺഷെയ്ഡ് എന്നുള്ള രീതിയിൽ മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു 30 സെൻറ്റിമീറ്റർ വീതിയിൽ സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ജനലോ അല്ലെങ്കിൽ ഡോറോ വെക്കുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ 3 സെൻറ്റ് ചോടിയുള്ള വീടുകൾ എടുക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യങ്ങൾ. ഓക്കെ, ഇനി ആയിരിക്കൂലേ സംശയം? ചോദിച്ചോളൂ. ഇപ്പോൾ അവർക്ക് 3 സെൻറ്റിൽ കുറഞ്ഞ സ്ഥലത്ത് വീടെടുക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു കൊടുത്ത്, അപ്പോൾ 3 സെൻറ്റിൽ കൂടിയ സ്ഥലത്ത് വീടെടുക്കുന്നതിന് സെറ്റ് ബാക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടത് ഒന്ന് പറയുമോ? 3 സെൻറ്റിൽ താഴെയുള്ള സ്ഥലത്തിൻ്റെ പറയില്ല. സാധാരണ നോർമലായിട്ട് നമ്മൾ 3 സെൻറ്റിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് വീടെടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻഭാഗത്ത് റോഡ്, നോട്ടിഫൈഡ് റോഡ് അല്ലെങ്കിൽ PWD റോഡ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ 3 മീറ്റർ ഫ്രണ്ടേജ്, അതായത് മുൻഭാഗത്ത് 3 മീറ്റർ നിർബന്ധമായിട്ടും വേണം. അതേസമയം നോട്ടിഫൈഡ് അല്ലാത്ത റോഡാണെങ്കിൽ, അതായത് പ്രൈവറ്റായിട്ട് പിന്നെ നിങ്ങൾ അടുത്ത വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് റോഡ് ഉണ്ടാവുമല്ലോ, പഞ്ചായത്ത് ഏറ്റെടുക്കാത്ത റോഡാണെങ്കിൽ 2 മീറ്റർ മതിയാവും. അതേസമയം ആ പഞ്ചായത്ത് ഏറ്റെടുക്കാത്ത റോഡും ഇല്ല, പറമ്പാണെങ്കിൽ ശരാശരി 3 മീറ്റർ വേണം. ശരാശരി എന്ന് പറയുമ്പോൾ മിനിമം 1.80 ഒരു ഭാഗത്ത് ഉണ്ടായാൽ മതി. അതായത് ചെരിഞ്ഞു പോകുന്ന പ്ലോട്ടാണെങ്കിൽ മിനിമം 1.80 ഒരു ഭാഗത്ത് ഉണ്ടാവണം. അതിന് കണക്കായിട്ട് എതിർ ഭാഗത്ത് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞ് അതിൻ്റെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ 3 മീറ്റർ കിട്ടിയാൽ മതി. പിന്നെ അതിൻ്റെ 2 ഭാഗങ്ങൾ, 2 സൈഡ് ഉണ്ടല്ലോ, സൈഡ് 1 സൈഡ് 2, അവിടെ മിനിമം 1 മീറ്റർ വിടുത്തെങ്കിലും വേണം സെറ്റ് ബാക്ക്. പിന്നെ പിറകു വശം 1.5 മീറ്റർ സെറ്റ് ബാക്ക് നിർബന്ധമായിട്ടും വേണം. അത് പക്ഷെ പിന്നെ ശരാശരിയാണ് 1.5 മീറ്റർ. പിന്നെ നിങ്ങൾക്ക് പിന്നെ ചെരിഞ്ഞു പോകുന്നൊരു പ്ലോട്ടാണെങ്കിൽ മിനിമം 1 മീറ്റർ ഉണ്ടായാൽ മതിയാവും. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നെ വലിയ പ്ലോട്ടുകളിൽ വീടെടുക്കുമ്പോൾ ഈ 1 മീറ്റർ എന്നുള്ള സെറ്റ് ബാക്ക് കൃത്യമായിട്ട് നമ്മൾ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ സൺഷെയ്ഡ് വരുമ്പോൾ 1 മീറ്ററിൽ കുറവാണെങ്കിൽ 60 സെൻറ്റിമീറ്ററിൻ്റെ സൺഷെയ്ഡ് കൊടുക്കാൻ പറ്റില്ല.
അതേസമയം കൃത്യമായിട്ട് 1 മീറ്റർ ഉണ്ടെങ്കിൽ 60 സെൻറ്റിമീറ്ററിൻ്റെ സൺഷെയ്ഡ് കൊടുക്കാൻ പറ്റും. പിന്നെ ചില ആളുകളെല്ലാം ചെയ്ത് കണ്ടിട്ടുണ്ട്, അതായത് 75 സെൻറ്റിമീറ്ററിൻ്റെ സൺഷെയ്ഡ് കൊടുത്തിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് 75 സെൻറ്റിമീറ്ററിൻ്റെ സൺഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പറിൻ്റെ സമയത്ത് പ്രശ്നം വരും. ആ സൺഷെയ്ഡ് മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പറയും. അതുകൊണ്ട് കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 1 മീറ്റർ സെറ്റ് ബാക്ക് വേണമെന്നവർക്ക് നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ 1 മീറ്റർ കൂടുതൽ സെറ്റ് ബാക്ക് സൈഡുകളിൽ വിടാൻ ശ്രദ്ധിക്കണം. പിന്നെ മുൻഭാഗത്ത് 3 മീറ്റർ വീതി ഉണ്ടല്ലോ ഫ്രണ്ടേജ്, അപ്പോൾ അവിടെ 75 സെൻറ്റിമീറ്റർ സൺഷെയ്ഡ് വെക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി വരട്ടെ, ചോദ്യം വരട്ടെ. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ മാത്രമേ എനിക്ക് ആ നിയമത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അല്ലാതെ നിയമം ചട്ടം 1, 2, 3 അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ചട്ടം ഒരുപാട് ചട്ടമുണ്ട്. അപ്പം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. പിന്നെ ആവശ്യമില്ലാത്ത ചട്ടങ്ങളെ പറ്റിയിട്ട് വിവരിച്ചിട്ട് സമയം വെറുതെ കളയാന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനും നിങ്ങൾക്ക് വൃത്തിയിൽ നമ്പർ കിട്ടാനും എളുപ്പം ആയിരിക്കും. അപ്പോൾ ആ കെട്ടിട നിർമ്മാണ ചട്ടത്തിനെ പറ്റി നിങ്ങൾക്കൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അഥവാ നിങ്ങൾ ഏൽപ്പിച്ച മേസ്ത്രിമാരോ അല്ലെങ്കിൽ പിന്നെ കോൺട്രാക്ടർമാരോ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് വെച്ചിട്ട് നിങ്ങൾ നിൽക്കും. അവസാനം നിങ്ങൾക്ക് കെട്ടിട പൂർത്തിയായി കഴിഞ്ഞാൽ നമ്പറിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് പഞ്ചായത്ത് പറയും ഇത് നിയമം അനുസരിച്ചിട്ടല്ല ഉള്ളത്, അതുകൊണ്ട് നമ്പർ തരാൻ പറ്റില്ല. അപ്പോൾ മുളച്ച് നിൽക്കുന്ന ഭാഗമെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നു. ഞാൻ ചോദിച്ചോളൂ. ഇപ്പം വീടുകൾക്ക് മഴവെള്ള സംഭരണിയെല്ലാം നിർബന്ധമാണോ? അതല്ല ഒഴിവാക്കിയ നിയമമെല്ലാം ഉണ്ടോ ഇപ്പോഴും ഒന്ന് പറയുമോ? മഴവെള്ള സംഭരണി ഇപ്പം പഞ്ചായത്തുകൾ ഒരു 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് അങ്ങനെ ശാഠ്യം പിടിച്ച് നിർബന്ധിക്കുന്നില്ല അല്ലേ? ഇവിടുത്തെ പഞ്ചായത്തും ചെയ്യുന്നില്ലല്ലോ. ഇതാ പൊതുവെ. പക്ഷെ നിയമം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 5 സെൻറ്റും അല്ലെങ്കിൽ 300 സ്ക്വയർ മീറ്റർ അതിൽ ഏതാണോ അധികരിക്കുന്നത് അതിന് മഴവെള്ള സംഭരണി വേണമെന്നാണ്. ഇപ്പം നിങ്ങൾ 6 സെൻറ്റിൽ ഒരു 300 സ്ക്വയർ മീറ്റർ വീട് വെക്കുമ്പോൾ അതിന് മഴവെള്ള സംഭരണി വേണം. അതേസമയം 4 സെൻറ്റിൽ 301 സ്ക്വയർ മീറ്റർ വീട് വെക്കുമ്പോൾ അതിനും മഴവെള്ള സംഭരണി ആവശ്യമാണ്. അപ്പോൾ ഇപ്പം നിലവിൽ പിന്നെ പെർക്കുലേഷൻ പിറ്റ്, അതായത് മഴക്കുഴി മാത്രമേ എല്ലാ പഞ്ചായത്തും നിർബന്ധം പിടിക്കുന്നുള്ളൂ. ആ മഴക്കുഴി മതി എന്നുള്ള നിലയിലാണ് പറയുന്നത്. അത് മഴക്കുഴിക്ക് ഒരു സൈസ് ഉണ്ട്, വീടിൽ വലിപ്പം അനുസരിച്ചിട്ട് അതിൻ്റെ സൈസും വ്യത്യാസം വരും കേട്ടോ. ഞാൻ അടുത്ത ചോദിക്കും. ഇപ്പം ഇനി പെർമിറ്റ് കൊടുക്കേണ്ടത് എല്ലാം KSMART-ലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ KSMART-ൽ ഈ സെൽഫ് പെർമിറ്റ് അപേക്ഷിക്കുമ്പോൾ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരുമോ? നിങ്ങൾ ചോദിച്ച ഒരു കാര്യമായ ചോദ്യം. അതായത് ഇപ്പോൾ KSMART മുഖേനയല്ലേ പെർമിറ്റ് എടുക്കുന്നത്. KSMART-ൽ എല്ലാ ബിൽഡിങ്ങിൻ്റെയും പെർമിറ്റ് KSMART-ൽ സെൽഫായിട്ട് എടുക്കാൻ പറ്റില്ല. അതിന് ഒരു ലിമിറ്റേഷൻ സർക്കാർ വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 സ്ക്വയർ മീറ്ററിന് ചോടയുള്ള വീടുകൾക്ക്, ആ 300 സ്ക്വയർ മീറ്ററിൽ ചോടയുള്ള വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹൈറ്റ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ 7 മീറ്ററിൽ കുറഞ്ഞ ഹൈറ്റിലുള്ള വീടും ഏക കുടുംബ വാസഗൃഹമാണ്. പിന്നെ മൾട്ടി ഫാമിലിക്ക് പറ്റില്ല. ഒറ്റ കുടുംബത്തിന് താമസിക്കുന്ന വീടിനും പിന്നെ അതിൻ്റെ വിസ്തീർണം പറയുന്നത് 300 സ്ക്വയർ മീറ്റർ വലിപ്പമാണ് പറയുന്നത്. പക്ഷേ അത് നിയമം മാറുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം ഹൈറ്റ് പ്രശ്നമില്ല, ഈ 300 സ്ക്വയർ മീറ്റർ മാത്രമേ പിന്നെ കീപ്പ് ചെയ്താൽ മതി എന്നുള്ള ഒരു നിയമം വരുന്നുണ്ട്. പക്ഷെ അത് നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതാണ് KSMART വഴി പെർമിറ്റ്, അതായത് സെൽഫ് പെർമിറ്റ് കിട്ടുന്നതിൻ്റെ മാനദണ്ഡം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടിച്ചേർക്കുന്നതായാലും കുഴപ്പമില്ല, അതായത് എക്സ്റ്റൻഷനായിട്ട് എടുക്കുന്നതായാലും കുഴപ്പമില്ല. പക്ഷെ റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ പണി തുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ, ആ വീട്ടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് KSMART മുഖേന പെർമിറ്റ് എടുക്കുക, ജനറൽ പെർമിറ്റായിട്ട് എടുക്കാൻ പറ്റും. സെൽഫ് പെർമിറ്റ് ആയിട്ട് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന പെർമിറ്റായിട്ട് എടുക്കാൻ സാധിക്കില്ല. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം.
ഇപ്പോൾ കെ സ്മാർട്ട് വഴിയാണല്ലോ സെൽഫ് പെർമിറ്റും അത് മറ്റെന്ത് പെർമിറ്റും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉടമകൾ അതിൽ എത്രമാത്രം ഇൻവോൾവ് ആവണം? അല്ല എൻജിനീയർ മാത്രം ഇൻവോൾവ് ആയാൽ മതിയോ? ഒന്ന് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു, അതിൻ്റെ പ്രോസസ്സിങ്ങും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. കെ സ്മാർട്ടിൽ പെർമിറ്റിൻ്റെ എങ്ങനെയാണ് സിസ്റ്റം വരുന്നതെന്നല്ല ചോദിക്കുന്നത്, ഇത് കുറച്ച് കൂടുതൽ പറയാനുണ്ടാവും. അപ്പോൾ കെ സ്മാർട്ടിൽ നിങ്ങളൊരു സെൽഫ് പെർമിറ്റ് എടുക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്കായാലും പോവാം, നിങ്ങൾ മൊബൈൽ ഉണ്ടെങ്കിൽ മൊബൈലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 3 ടൈപ്പ് ലോഗിൻ. അപ്പോൾ നമ്മൾ ലൈസൻസുകൾ ഓർഗനൈസേഷൻ ലോഗിൻ വഴിയാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റും അതായത് നിങ്ങളുടെ പ്ലാനും ഒക്കെ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുക. അതേ അവസരത്തിൽ നിങ്ങൾക്കൊരു സിറ്റിസൺ ലോഗിൻ, അതായത് ഉടമയുടെ പേരിൽ ഒരു സിറ്റിസൺ ലോഗിൻ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നേരത്തെ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ പഞ്ചായത്തിലെ ആവശ്യത്തിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് മതിയാവും. അപ്പോൾ ആ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുമാണ് ആവശ്യം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എന്തൊക്കെയാണ് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ആധാർ കാർഡ്, ഈ മൊബൈൽ നമ്പർ, ഇതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ആവശ്യമുള്ളത്. അപ്പോൾ ഓർഗനൈസേഷൻ ലോഗിൻ വഴി നമ്മൾ എല്ലാ പേപ്പർ വർക്കും ചെയ്തതിന് ശേഷം അത് വാലിഡേറ്റ് ചെയ്തിട്ട് അത് നേരെ നിങ്ങളുടെ ഉടമകളുടെ മൊബൈലിലേക്ക്, അതായത് സിറ്റിസൺ ലോഗിനിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യും. അപ്പോൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് തുറന്ന് നോക്കാൻ ബുദ്ധിമുട്ടോ അതിന് അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ എൻജിനീയേഴ്സ് തന്നെ അത് ക്ലിയർ ചെയ്ത് അത് നിങ്ങളുടെ സിറ്റിസൺ ലോഗിനിൽ നമ്മൾ കടന്ന് ചെന്ന്, അപ്പോൾ അതിൻ്റെ അകത്തുള്ള മറ്റുള്ള എന്താ അഡീഷണൽ പേപ്പർ വർക്കോ എല്ലാം ഉണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്ത് അത് വാലിഡേറ്റ് ചെയ്യും. വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫീസ്, അതായത് പെർമിറ്റിൻ്റെ അപേക്ഷാ ഫീസ് 500 രൂപയാണ്. 10 രൂപ കെ സ്മാർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട ഒരു അഡീഷണൽ ഫീസാണ്. അത് അങ്ങനെ 510 രൂപ അഡീഷണൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഫീസ് അടച്ചു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ പെർമിറ്റിൻ്റെ ഫീസും കൂടി അതിൻ്റെ കൂടെ വരും. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഫീസ് അടവാക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ഒന്നിച്ച് അടക്കാനായിരിക്കും വരിക. അപ്പോൾ ഈ ഫീസ് ഒന്നിച്ച് അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളെ ആ വർക്ക് കംപ്ലീറ്റ് ആയി, അതായത് നിങ്ങൾ പെർമിറ്റിൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ലോഗൗട്ട് ചെയ്ത് നമ്മൾ ഓർഗനൈസേഷൻ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ എൻജിനീയർ ആ ലോഗിൻ ഐ ഡിയിൽ, അതായത് മെയിൽ ബോക്സിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ്റെ അടിയിൽ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയെന്നുള്ള വിവരം അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതിനുശേഷം എൻജിനീയർ എന്ത് ചെയ്യും, ഡയറക്റ്റ് പഞ്ചായത്തിലേക്ക് സബ്മിറ്റ് കൊടുക്കും. അപ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ പഞ്ചായത്തുകളിലേക്ക് സബ്മിഷൻ നടന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞാൽ പഞ്ചായത്തിലുള്ള സീനിയർ ഓഫീസർ അതിൽ അതിനായിട്ടിരിക്കും. അത് രാത്രിയായാലും പകലായാലും അദ്ദേഹത്തിൻ്റെ ലോഗിൻ ഐ ഡിയിൽ അത് വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് അവർ അത് പ്രൊസീഡ് ചെയ്ത് വിടുകയില്ല. അത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം തന്നെ നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ പെർമിറ്റ് ഇഷ്യൂ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ലോഗിനിൽ തന്നെ നിങ്ങൾക്ക് പെർമിറ്റ് എൻജിനീയറുടെ കയ്യിൽ കിട്ടും. എൻജിനീയർ ഡയറക്റ്റ് പെർമിറ്റ് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യപ്പെടും. പക്ഷെ ആകെ അതിന് സമയം വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യാനും മറ്റുള്ള ഡോക്യുമെൻറ്റേഷൻ തയ്യാറാക്കാനും മാത്രമാണ് സമയം എടുക്കുന്നത് ഈ സെൽഫ് പെർമിറ്റിന്. ക്ലിയർ ആയില്ല? ഇങ്ങനെയാണ് കെ സ്മാർട്ടിൽ സെൽഫ് പെർമിറ്റ് എടുക്കുന്നതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അതിൽ ഉടമ എന്ന നിലയിൽ നിങ്ങളും 100% ഇൻവോൾവ് ആണ്. മനസ്സിലായോ? ഇനി സംശയങ്ങൾ ചോദിച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. നമ്മളൊരു വീടെടുക്കുമ്പോൾ അതിന് എങ്ങനെയാണ് അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും ഒക്കെ, അതിനെന്തെങ്കിലും സ്ലാബ് സിസ്റ്റമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ വീടുകൾക്കും ഒരേപോലെ തന്നെയാണോ പെർമിറ്റ് ഫീസൊക്കെ വരുന്നത്? ഒന്ന് പറയുമോ അതിന്? പെർമിറ്റ് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾക്ക് 80 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് പഞ്ചായത്തുകളിൽ 7 രൂപ നിരക്കിലാണ് പെർമിറ്റ് ഫീസ് അടക്കേണ്ടത്. അതായത് ഒരു സ്ക്വയർ മീറ്ററിന് 7 രൂപ എന്ന നിരക്കിൽ. പിന്നെ അത് പെർമിറ്റിന് ആപ്ലിക്കേഷൻ ഫീസ് 150 രൂപയാണ് പഞ്ചായത്തിൽ അടക്കേണ്ടി വരിക. അത് കെ സ്മാർട്ട് വഴി തന്നെയാണ് വരിക. ഞാനൊരു സ്ക്വയർ മീറ്ററിന് 7 രൂപ എന്നുള്ളത് അത്
പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. അടക്കേണ്ടതല്ല, കെ സ്മാർട്ട് വഴിയാണ് അടക്കേണ്ടത്. അതേസമയം 80 സ്ക്വയർ മീറ്ററിന് മുകളിൽ ഏകദേശം 150 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾ എടുക്കുന്നുണ്ടെങ്കിൽ 25 രൂപയാണ് ഒരു സ്ക്വയർ മീറ്ററിന് പെർമിറ്റ് ഫീസായിട്ട് അടക്കേണ്ടത്. പക്ഷേ പിന്നെ ഈ ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപയാണ് വരിക. പിന്നെ അതേപോലെ തന്നെ പെർമിറ്റ് ഫീസ് 150 മുകളിൽ 300 സ്ക്വയർ മീറ്റർ വരെ വരുന്ന വീടുകൾക്ക് ഏകദേശം 50 രൂപ നിരക്കിലാണ് ഒരു സ്ക്വയർ മീറ്ററിന് പെർമിറ്റ് ഫീസ് വരുന്നത്. അത് 300 സ്ക്വയർ മീറ്ററിന് മുകളിലേക്ക് പോകുമ്പോൾ 100 രൂപ ക്രമത്തിൽ വരും. അതേസമയം ആപ്ലിക്കേഷൻ ഫീസ് 300 സ്ക്വയർ മീറ്ററിന് മുകളിലേക്ക് പോകുമ്പോൾ 2000 രൂപ എന്ന നിരക്കിലാണ് വരിക. ഉത്തരം ക്ലിയർ അല്ലേ? നിങ്ങൾ ചോദിച്ചതിന് വ്യക്തമായിട്ടില്ല. ഇനി അടുത്ത ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ പെർമിറ്റ് എടുത്തു, നമ്മൾ വീട്ടിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി. അപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൻ്റെ നമ്പർ വേണമല്ലോ. അപ്പോൾ അതിന് എത്രമാത്രം പണി വീട്ടിൻ്റെ പൂർത്തിയാകണം? എല്ലാ പണിയും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്പറിന് കൊടുക്കാവൂ എന്നുള്ളതുണ്ടോ? അല്ല അതിനു മുന്നേ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണോ? ഒന്ന് ആ കാര്യങ്ങളൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? കെട്ടിട നമ്പറിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഫുൾ ഫിനിഷിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കെട്ടിട നമ്പർ ലഭിക്കാൻ വേണ്ടി. കെട്ടിട നമ്പറിന് നിങ്ങൾ അപേക്ഷിക്കാൻ നിങ്ങളെ ബിൽഡിങ് അതായത് നിങ്ങളെ വീട് തയ്യാറാണോ എന്നുള്ളത് അതിൻ്റെ അകത്ത് മിനിമം ഒരു കുടുംബത്തിന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള മിനിമം കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് വർക്കിംഗ് കണ്ടീഷനുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ടായിരിക്കണം, പിന്നെ അടച്ചുറപ്പുള്ള ഡോറുകൾ, അതായത് പുറത്തേക്കുള്ള ഡോറുകൾ. ഉള്ളിലുള്ള ബെഡ്റൂമിനൊന്നും ഡോറ് കൂട്ടിയിട്ടില്ലേ കുഴപ്പമില്ല. പിന്നെ ഓപ്പണിങ് അങ്ങനെ ഫ്രീ ആയിട്ട് പുറം ചുമരുകൾക്ക് ഓപ്പണിങ് അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പാടില്ല. ജനലോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രില്ലോ വെക്കണമെങ്കിൽ അത് വെച്ചിട്ട് ക്ലിയർ ആക്കണം. പിന്നെ ഏണി മുറി ഉണ്ടെങ്കിൽ ഏണി സ്റ്റെയർ കേസിന് കൈവരി നിർബന്ധമാണ്. പിന്നെ കൈവരി നിർബന്ധമാണ്. അത് കൂടാതെ സ്റ്റെയർ കേസ് ഉള്ള വീടുകൾക്ക് പാരപ്പറ്റ് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ കെട്ടിട നമ്പറിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മഴവെള്ളക്കുഴി അത് ഉണ്ടായിരിക്കണം, പിന്നെ വേസ്റ്റിൻ്റെ കുഴി ഉണ്ടായിരിക്കണം, സെപ്റ്റി ടാങ്ക്. ഈ ടോയ്ലറ്റ് നിർബന്ധമെന്ന് പറഞ്ഞുകൊണ്ട് സെപ്റ്റി ടാങ്കിൻ്റെ വർക്ക് എന്തായാലും ചെയ്തേ മതിയാവും. അപ്പോൾ അതും ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ 100 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് വില്ലേജിൽ ഒറ്റത്തവണ നികുതി ആവശ്യമില്ല. അതേസമയം 100 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകൾക്ക് വില്ലേജിൽ ഒറ്റത്തവണ നികുതി അടക്കേണ്ടതായിട്ട് വരും. അതിനെ അടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ഉണ്ടായിരിക്കണം. ആദ്യം അടക്കണ്ട, പിന്നെ അത് ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരാഴ്ച സമയം ഉണ്ടാവും, ആ സമയത്ത് അടച്ചാൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ലേബർ സെസ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ലേബർ സെസ് മുൻകൂട്ടി അടപ്പിക്കുന്നുണ്ട് അധിക പഞ്ചായത്തും. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പെർമിറ്റ് പോലെ തന്നെയാണ് നിങ്ങൾ കെട്ടിടം വീട് എടുത്തിട്ടുള്ളതെങ്കിൽ ആ പെർമിറ്റിന്റെ കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് അക്ഷയയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈസൻസ്ഡ് എഞ്ചിനീയറോ നിങ്ങൾക്ക് ലേബർ സെസ് അടക്കാനുള്ള കാര്യങ്ങൾ കെ സ്മാർട്ട് വഴി ചെയ്തു തരും. അപ്പോൾ ലേബർ സെസ് 107 സ്ക്വയർ മീറ്ററിന് താഴെയുള്ള വീടുകൾക്ക് ലേബർ സെസ് ആവശ്യമില്ല. അതായത് എന്ന് പറഞ്ഞാൽ 107 സ്ക്വയർ മീറ്ററിന് താഴെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷത്തിൽ കുറവ് നിർമ്മാണ ചെലവ് വരും എന്നുള്ള കണക്കിലാണ് 107 സ്ക്വയർ മീറ്ററിന് താഴെ ഉള്ള വീടുകൾക്ക് വേണ്ടെന്ന് പറയുന്നത്. അതേപോലെ 107 സ്ക്വയർ മീറ്ററിന് മേലെ വരുന്ന വീടുകൾക്ക് എന്തായാലും ലേബർ സെസ് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനും ലേബർ സെസ്സിനും പിന്നെ പല പല സ്ലാബുകളുണ്ട്. അപ്പോൾ ഈ 100 സ്ക്വയർ മീറ്ററിനും ഏകദേശം 200 സ്ക്വയർ മീറ്ററിനും ഇടക്കുള്ള വീടുകൾക്ക് ലേബർ സെസ് 9350 രൂപ ഒരു സ്ക്വയർ മീറ്ററിന് നിർമ്മാണ ചെലവ് എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾ കണക്കൂട്ടേണ്ടത് ഇപ്പം 110 സ്ക്വയർ മീറ്റർ ആണ് നിങ്ങളുടെ വീടെങ്കിൽ 110നെ 9350 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ 1% ലേബർ സെസ് ആയിട്ട് നിങ്ങൾക്ക് അടക്കേണ്ടതായിട്ട് വരിക. അത് മുൻകൂട്ടി നിങ്ങൾ അടക്കണം. പക്ഷേ ഒറ്റത്തവണ നികുതി വില്ലേജിലുള്ള അത് സാവകാശം അടച്ചാൽ മതിയാവും, സമയമുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ലേബർ സെസ് അടച്ച പേപ്പറും മറ്റുള്ള ഡോക്യുമെന്റ്സ്, അതായത് കൈവച്ച സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങളെ പിന്നെ ആധാരത്തിൻ്റെ ഒറിജിനൽ വേണം, പിന്നെ പുതിയ നികുതി ചീട്ട് പ്ലോട്ടിൻ്റെ നികുതി ചീട്ട് വേണം, പിന്നെ പണ്ട് പെർമിറ്റ് എടുത്ത ഇതുണ്ടല്ലോ പെർമിറ്റിൻ്റെ കോപ്പി വേണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ലൈസൻസ്ഡ് എഞ്ചിനീയറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കെ സ്മാർട്ട് വഴി തന്നെ നിങ്ങൾക്ക് കെട്ടിടത്തിൻ്റെ നമ്പറിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ പഞ്ചായത്തുകളിലേക്ക് കൊടുക്കും. അങ്ങനെ
അവർ വന്ന് പിന്നെ 2 ദിവസം കൊണ്ട് ആ ആപ്ലിക്കേഷൻ കിട്ടിയതിന് ശേഷം 2 ദിവസം കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ഓവർസിയർ വന്ന് നിങ്ങളെ പിന്നെ വീട് എല്ലാം നോട്ടിഫൈ ചെയ്തിട്ട്, അതായത് എന്ന് പറഞ്ഞാൽ എല്ലാം പിന്നെ സെറ്റ് ബാക്ക് എല്ലാം ക്ലിയറാണ്, പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച പെർമിറ്റ് വഴിയാണ് മുഖേന അത് എല്ലാം ക്ലിയർ ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഓക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ വൺ ടൈം ടാക്സ്, വില്ലേജിലെ വൺ ടൈം ടാക്സ് അടക്കാനുള്ള ഒരു അറിയിപ്പ് കിട്ടും. അപ്പോൾ ആ വൺ ടൈം ടാക്സ് അടച്ചു കഴിഞ്ഞ് അതിൻ്റെ രസീതി കാസ്മാർട്ട് വഴി തന്നെ നിങ്ങൾ എൻജിനീയർ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടിട നമ്പറിനുള്ള പൂർത്തീകരണം നിങ്ങൾക്ക് ആകും. അതായത് അതിനകത്ത് ചെറിയൊരു കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് മറ്റേ ടാക്സ് അസസ്മെൻറ്റ് ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യണം. അതൊക്കെ നിങ്ങൾ എൻജിനീയർ ചെയ്തു തരും. അപ്പോൾ അതിനെ പറ്റിയൊന്നും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് വരിക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കെട്ടിട പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പെർമിറ്റിലുള്ള ഡ്രോയിങ് പ്രകാരം മാത്രം കെട്ടിടം നിർമ്മിക്കാൻ പരമാവധി ജോലിക്കാരെ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് വർക്ക് ഏരിയ ഇത്തിരി 1/2 മീറ്റർ അവിടെ കൂട്ടണം, ബെഡ്റൂം 1/2 മീറ്റർ ഇപ്പുറം പിന്നെ വലിപ്പം കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റ് ബാക്കിൽ വ്യത്യാസം വരും. അങ്ങനെ നിങ്ങൾക്ക് നമ്പർ കിട്ടാനുള്ള സാധ്യത കുറയും. ക്ലിയർ അല്ല ഇപ്പോൾ? ഓക്കെ. അപ്പോൾ ഇനി ആർക്കും ഒന്നും ചോദിക്കാനില്ല? ക്ലിയറാ? ഓക്കെ. എനിക്കൊന്നുമില്ല എന്തോ ചോദിക്കാൻ. നിങ്ങൾ ഈ ചോദിച്ചത് കൂടാണ്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെപ്റ്റി ടാങ്കും നിങ്ങളുടെ കിണറും തമ്മിലുള്ള ദൂരം. നിങ്ങളുടെ കിണർ എന്നല്ല, അടുത്ത പറമ്പത്തുള്ള കിണറായാലും ദൂരം 7.5 മീറ്റർ ആയിരിക്കണം. പിന്നെ സെപ്റ്റി ടാങ്ക് കുഴിക്കുന്നതിന് ഏക കുടുംബ വാസഗൃഹം ആണെങ്കിൽ പ്ലോട്ട് അതിരിൽ നിന്ന്, അതായത് നിങ്ങളുടെ പ്ലോട്ട് അതിരിൽ നിന്നും 30 സെൻറ്റിമീറ്റർ വിട്ട് കുഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ റോഡ് ആണ് നിങ്ങളുടെ പ്ലോട്ട് അതിരെങ്കിൽ അവിടെ നിന്ന് 3 മീറ്റർ വിട്ട് മാത്രമേ കുഴിക്കാൻ പാടുള്ളൂ. അതായത് നോട്ടിഫൈ ചെയ്യാത്ത റോഡാണെങ്കിൽ 2 മീറ്റർ വിട്ടിട്ട് മാത്രമേ ഈ സെപ്റ്റി ടാങ്ക് കുഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത പ്ലോട്ടിലുള്ള എക്സിസ്റ്റിംഗ് വെല്ലിൽ നിന്ന്, അതായത് എക്സിസ്റ്റിംഗ് കിണറിൽ നിന്ന് 7.5 മീറ്റർ ഈ സെപ്റ്റി ടാങ്കിലേക്കുള്ള ദൂരം ഉണ്ടായിരിക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ചില ആളുകളൊക്കെ വീടിൻ്റെ മുൻഭാഗത്ത് റോഡ് ഉണ്ടാവും, അപ്പോൾ 3 മീറ്റർ വിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ 3 മീറ്റർ വിട്ട സ്ഥലത്ത് സെപ്റ്റി ടാങ്ക് കുഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതേസമയം നിങ്ങൾ ഫ്രണ്ടിൽ ഒരിക്കലും സെപ്റ്റി ടാങ്ക് കുഴിക്കരുതെന്ന് പറയുന്നില്ല. ഈ ഫ്രണ്ടിൽ 3 മീറ്റർ ആണ് സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 മീറ്ററിൽ ഒരു നിർമ്മാണം പാടില്ല എന്നേ പറയുന്നുള്ളൂ. അതേസമയം നിങ്ങളൊരു 6 മീറ്ററോ ഒരു 5 മീറ്ററോ ഫ്രണ്ടിൽ സെറ്റ് ബാക്ക് കൊടുത്തു എന്ന് വെച്ചോ, അപ്പോൾ നിങ്ങളെ ബിൽഡിംഗ് പെർമിസിബിൾ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മീറ്ററിൽ തീരും. അതിനുശേഷം വരുന്ന 2 മീറ്ററിൽ നിങ്ങൾ പിന്നെ നിർമ്മാണ പ്രവൃത്തി ചെയ്യുന്നതിനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് വേസ്റ്റ് വാട്ടർ പിറ്റായാലും പിന്നെ സെപ്റ്റി ടാങ്കിൻ്റെ കുഴിയായാലും ആ 2 മീറ്ററിൽ ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരു നിയമ തടസ്സം ഒന്നും ഇല്ല. അപ്പോൾ ഇത് ഇവിടെ നിർത്തട്ടെ. അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന സംഘാടകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും വേറൊരു അവസരത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.